ഹലോ, വെൽക്കം ടു അനന്യാനു ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഞാൻ ഇതുവരെ യൂട്യൂബിൽ വ്ളോഗായിട്ടൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹായ്, എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നല്ലേ? ഞാനിപ്പോൾ തൃശ്ശൂർ പോവുകയാണ്. ഞങ്ങൾക്ക് അവിടെ ചടലത്തായിട്ടൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനും എൻ്റെ കൂടെ എൻ്റെ കോവർക്കേഴ്സും ഉണ്ട്. അവരുടെ ബാക്കിലാണ് അവരുടെ സീറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഇരിങ്ങാലക്കുടയിലോട്ടാണ് പോകുന്നത്. അവിടെ സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ കോളേജിൽ വെച്ചിട്ടാണ് പ്രോഗ്രാമുള്ളത്. കൊട്ടക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചിട്ടൊക്കെ വേണം പോവാൻ. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡോറിൻ്റെ അവിടെ വന്ന് നിന്നതായിരുന്നു. നല്ല കാറ്റായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ ബയോയിലുണ്ടാവും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക്. അപ്പോൾ അതോടെ വീഡിയോ കാണുന്നവരെ അതോടെ കയറിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഏകദേശം അങ്ങനെ എത്താനായിട്ടുണ്ട്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ 6:40 ഞങ്ങൾക്ക് ട്രെയിന് എറണാകുളത്ത് നിന്ന്. അപ്പോൾ ഞങ്ങളൊരു 5:30 ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇരിങ്ങാലക്കുടയിൽ ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇരിങ്ങാലക്കുടയിലെത്തി. അവിടെ ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് വേണം നമുക്ക് പോവാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വൃന്ദാവനിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വൃന്ദാവനെത്തി. ഈ വൃന്ദാവൻ വരുന്നത് കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ, തൊട്ട് ഓപ്പോസിറ്റായിട്ട് തന്നെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ മസാല ദോശയും കോഫിയാണ് ഓർഡർ ചെയ്ത്. കോഫി അടിപൊളിയായിരുന്നു. മസാല ദോശയും കുഴപ്പമില്ലായിരുന്നു. സാമ്പാറുണ്ടായിരുന്നു, ചട്നി ഉണ്ടായിരുന്നു, വേറൊരു ടൈപ്പ് ഓഫ് ചട്നി ഉണ്ടായിരുന്നു, പിന്നെ വട ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് ഫുൾ ചിലവ് കമ്പനിയുടെ വകയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ട്രാവൽ എക്സ്പെൻസ്, ട്രെയിൻ ടിക്കറ്റ് എല്ലാം ഇന്ന് കമ്പനിയുടെ വകയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സുഖമായിരുന്നു പോകാനും പോയിട്ട് വരാനും ഒക്കെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിറങ്ങി. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഇത് ഹിമാൻഷുമേം വാട്ടർമെലൻ കൊടുത്തുകൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനെത്തി. ക്യാമ്പസ് ഒന്നും പറയല്ല, അടിപൊളി ക്യാമ്പസ്. നമ്മളിവിടെ they will consider it. Yes. Hello guys, this is my college. Studied years 6 years before, and I got placement in Continental. ഓക്കെ ഫൈനലി ഞങ്ങളിവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിയിരിക്കുകയാണ്. സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. ഇവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം. എവിടെ എന്താണെന്നൊന്നും അറിയത്തില്ല. ജസ്റ്റ് നോക്കാം. എല്ലാവരും ഉണ്ട് കൂടെ. അവർ നമുക്ക് നല്ല വെൽക്കമിങ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. ടീ ഉണ്ടായിരുന്നു, കുക്കീസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു. അവിടെ കുറേ കമ്പനീസ് ഉണ്ടായിരുന്നു. അവരുമായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷനൊക്കെ ചെയ്ത് നമ്മളങ്ങനെ ഇനിയിപ്പോൾ ഇനാഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിലോട്ട് പോവുകയാണ്. 2nd ഫ്ലോറിലാണ്. ഇതാണ് ഇനാഗ്രേഷൻ നടക്കുന്ന ഓഡിറ്റോറിയം. അങ്ങനെ ഇനാഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇവരൊക്കെയാണ് ഇന്നിവിടെ വരുന്നത്.
ചീഫ് ഗസ്റ്റൊക്കെ വന്നു. അങ്ങനെ ഇനാഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് ഫെയർ ആണ്, അതായത് ക്യാമ്പസ് ഇൻ്റർവ്യൂ. അവിടെ 35 കമ്പനീസോളം വന്നിട്ടുണ്ട്. അതിലൊരു കമ്പനി ഞങ്ങളുടെ കമ്പനിയായിരുന്നു. അപ്പോൾ ഡ്യൂട്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാസ് ഔട്ടായി പോയതും ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതും MBA സ്റ്റുഡൻസ്, IT റിലേറ്റഡ് അല്ല, അങ്ങനത്തെ കുറേ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. അവരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുക. നമുക്ക് കുറച്ച് ജോബ് പൊസിഷൻസ് ഉണ്ടാവും, വേക്കൻസി ഉണ്ടാവും. അതിലോട്ട് അവർ ആപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സോർട്ട് ചെയ്തെടുക്കുക. അതാണ് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നുള്ള പരിപാടി. അങ്ങനെ അവരുടെ ഇനാഗ്രേഷനൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. We hope today you'll be able to find the right person. With your permission. ഞങ്ങൾ എന്നിട്ട് സെമിനാർ ഹാളിലോട്ടാണ് പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതാണ് ഇൻ്റർവ്യൂ നടക്കുന്ന ഹാള്. ഇവിടെ കുറേ കമ്പനീസ് ഉണ്ട്. നമ്മളങ്ങനെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവർ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അച്ചാറും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞു. ഞാൻ വേറെ ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറച്ച് കാൻഡിഡേറ്റ്സിനൊക്കെ സോഴ്സ് ചെയ്തു. ഈ ബാക്കി കണക്ഷൻസ് നമുക്ക് ഓഫീസിൽ പോയിട്ടാണ്. ആൻഡ് ഫൈനലി നമ്മൾ ഇതാ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ പോവാണ്. നമുക്ക് ഇനി ഇവിടുന്ന് കുറച്ചധികം അങ്ങോട്ടേക്ക് പോകണം. ട്രെയിനിൽ കിട്ടാം, അല്ലെങ്കിൽ ട്രെയിനിൽ അല്ലെങ്കിൽ അപ്പം നമ്മളങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ദിസ് ഈസ് മൈ കോവർക്കേഴ്സ്. ദിസ് ഈസ് ഹിമാൻഷു, ഷീ ഈസ് ഫ്രം UP. ദിസ് ഈസ് സോണിയ മാം, ഷീ ഈസ് ഫ്രം കൊച്ചി വൈപ്പിൻ. ഓക്കെ, ഫൈനലി ഞങ്ങൾ പോവാണ്. അപ്പോൾ ബൈ. ഭയങ്കര ചൂടായിരുന്നു. നമ്മളിരിക്കുന്ന അവിടെ ഫാൻ ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും ഭയങ്കര ചൂടായിട്ട് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രാവിലെ പോയ ആളല്ല ഞാൻ തിരിച്ചു വരുമ്പോൾ. ചൂടെടുത്ത് വേർത്ത് കുളിച്ച് മുഖമൊക്കെ ഇങ്ങനെ ഒട്ടിയിട്ട് ആകെ സീനായിരുന്നു. എങ്ങനെയൊക്കെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു. അങ്ങനെ നമ്മളൊരു ഓട്ടോ ഒക്കെ വിളിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് പോയി. അവിടെ നിന്ന് KSRTC ബസ് കയറി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 6:30 ആയി. രാവിലെ ഒരു രാവിലെ ഒരു 5:30 സംതിങ്ങിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 6:30 ആയി. ഭയങ്കര ചൂട്, വിയർത്തിട്ട് ഇങ്ങനെ ദേഹം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക, അങ്ങനത്തെ സിറ്റുവേഷനായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.